So, hi guys, welcome back to my channel Lijutechzzz. So, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു 5 സീക്രട്ട് ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അത് നമുക്ക് കണ്ടു നോക്കാം. സോ ട്രിക്ക് നമ്പർ 1. സോ ഫസ്റ്റ് ട്രിക്ക് എന്താ വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോർ വെച്ചിട്ട് നമ്മുടെ ഫോണിലത്തെ ആപ്സ് ഓഫ്ലൈനായിട്ട് വേറൊരു ഫോണിലേക്ക് എങ്ങനെ അയക്കാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ട്രിക്ക്. അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഫോണിൽ നമുക്ക് നേരെ റൈറ്റ് സൈഡ് മെയിനായിട്ട് നമ്മുടെ ലോഗോ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷെയർ ആപ്സ് എന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ സെൻഡ് റിസീവ് ഉണ്ടാവും. അപ്പോൾ സെൻഡ് ചെയ്യേണ്ട ഫോണിൽ സെൻഡ് കൊടുക്കുക. റിസീവ് ചെയ്യേണ്ട ഫോണിൽ നമുക്ക് നേരെ ഈ ലോഗോയിൽ അമർത്തിയിട്ട് നമുക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസിൽ പോയിട്ട് നമുക്ക് റിസീവ് അമർത്താം. അപ്പോൾ നമുക്ക് ഈ ഷെയർ ആപ്സ് പറഞ്ഞ സംഭവം ഈ റിസീവ് ചെയ്യണ ഫോണിലോ സെൻഡ് ചെയ്യണ ഫോണിലോ ഇല്ലെങ്കിൽ, ഈ സെൻഡും റിസീവും ഇതില്ലെങ്കിൽ നമുക്ക് നേരെ ഈ പ്ലേ സ്റ്റോർ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ആപ്പ് ഇൻഫോ അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സോ അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ അടിച്ചിട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയി കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ രണ്ടാമത്തെ ഫോണിൽ, അതായത് റിസീവ് ചെയ്യുന്ന ഫോണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റിസീവ് ചെയ്യുന്ന ഫോണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഷെയർ ആപ്സ് പറഞ്ഞ ഓപ്ഷൻ വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സെൻഡ് ചെയ്യുന്ന ഫോണിൽ സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യുന്ന ഫോണിൽ റിസീവും കൊടുക്കാം. ഇനി നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഫോണിൽ ഏത് ആപ്പാണോ സെൻഡ് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ആമസോണോ കൊടുക്കാം. ഇനി നമുക്ക് സെൻഡ് കൊടുക്കാം. അപ്പോൾ ഈ റിസീവ് ചെയ്യുന്ന ഫോണിൽ കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഓക്കെ കൊടുക്കാം. ലൊക്കേഷൻ ഇത് എനേബിൾ ചെയ്യാനാണ്. അപ്പോൾ വൈൽ യൂസിങ് ആപ്പ് കൊടുക്കാം. നമുക്ക് വെയിറ്റിംഗ് ഫോർ സെൻഡർ എന്ന് കാണിക്കാം. അപ്പോൾ മറ്റേ സെൻഡ് ചെയ്യണ ഫോണിൽ ഇവിടെ റിസീവറിൻ്റെ, അതായത് നമുക്ക് അടുത്തുള്ള ആ ഒരു ഫോൺ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ പേര് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റിസീവ് എന്ന് കൊടുക്കുക, റിസീവ് ചെയ്യണ ഫോണിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 100% ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസീവ് ചെയ്യണ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അത് കുറച്ച് ഷോ ആണ്, എന്നാലും നമുക്ക് കയറുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രിക്ക്. സോ ട്രിക്ക് നമ്പർ 2. സോ നമ്മള് ക്രോമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആരെങ്കിലും അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സാധാരണ ചെയ്യണത് നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ഗാലറിയിൽ പോയിട്ട് അവിടെ തന്നെ ഷെയർ ചെയ്യും. ഇനി അത്രയും കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമുക്ക് നേരെ ജസ്റ്റ് സിമ്പിൾ ട്രിക്കായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിലൊന്ന് നമുക്ക് അമർത്തി പിടിക്കാം ആദ്യം. എന്നിട്ട് കോപ്പി ഇമേജ് എന്ന് ഇവിടെ കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതിലാണോ അയക്കേണ്ടത്, അതായത് ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, അതിൽ ഏതിലാണോ നിങ്ങൾക്ക് അയക്കേണ്ടത് അത് നിങ്ങളൊന്ന് എടുക്കുക. ഞാനിപ്പോൾ വാട്സപ്പാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചാറ്റ് എടുക്കാം. നിങ്ങൾക്ക് അയക്കേണ്ട ചാറ്റ് എടുക്കാം. അയക്കേണ്ട ആളുടെ ചാറ്റ് എടുത്തിട്ട് നമുക്ക് കീബോർഡ് ഒന്ന് ഓൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മേലെ, അതായത് ക്ലിപ്പ് ബോർഡിൻ്റെ അവിടെയായിട്ട് ഇമേജ് എന്ന് കാണാം. ഈ ഇമേജിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിങ്ങളുടെ ഗൂഗിൾ കീബോർഡ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരില്ല, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണെങ്കിൽ വരില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫേക്ക് ആണെന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വരാത്തത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൻ്റെ കീബോർഡ് ആക്കുക. അപ്പോൾ കീബോർഡ് തേർഡ് പാർട്ടി ആണെങ്കിൽ ചിലപ്പോൾ വരില്ല. അപ്പോൾ ഗൂഗിളിൻ്റെ കീബോർഡ് ആയിക്കഴിഞ്ഞാൽ വരുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെ വന്നാൽ നമുക്ക് ജസ്റ്റ് ഷെയർ കൊടുക്കാം. ഷെയർ ചെയ്യാം. ഡൺ. സോ ട്രിക്ക് നമ്പർ 3. സോ അപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, പണ്ടൊക്കെ സബ്വേ സർഫർ, ടെമ്പിൾ റൺ പോലത്തെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 100-130 MB ഒക്കെ അതിന് വേണം.
അപ്പോൾ ഈ 130 MB കൊടുക്കാണ്ട് എങ്ങനെ ഓൺലൈനായിട്ട് കളിക്കാൻ സാധിക്കും എന്നാണ്. നമ്മൾ ബോറടിക്കുമ്പോൾ, ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ബോറടിക്കുമ്പോൾ എങ്ങനെ ഒരു കളിയെ കളിച്ച് കഴിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് ആ നേരത്തെ എങ്ങനെ ഓൺലൈനായിട്ട് കളിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് ഇവിടെ നമുക്ക് സെർച്ചിൽ poki.com അടിക്കാം. POKI.com ഇത് നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കുറേ ഗെയിംസ് കാണാം. നമ്മുടെ ടെമ്പിൾ റണ്ണ്, സബ്വേ സർഫർ, പിന്നെ ഏതാ സ്റ്റിക്മാനോ അങ്ങനെ എന്താണ് ഇതിൻ്റെയൊക്കെ പേര്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഗെയിംസൊക്കെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളിക്കാം. സബ്വേ സർഫേഴ്സ് എന്തോ ഒരു സബ്വേ സർഫേഴ്സ് അല്ല ഗൈസ്, ടെമ്പിൾ റണ്ണ് ഞാൻ കളിച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു ചെറിയൊരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സബ്വേ സർഫേഴ്സ് പിന്നെയും കുഴപ്പമില്ല, നല്ല സ്പീഡിൽ തന്നെ സാധാരണ പോലെ കളിക്കാൻ പറ്റുന്നുണ്ട്. അമർത്തി കഴിഞ്ഞിട്ട് പ്ലെയിനെ കൊടുത്ത് നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു കളി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഗൈസ്, ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാണ്ട് കളിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെമ്പിൾ റണ്ണ് ഇങ്ങനെ ചാടുമ്പോഴും ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴും എന്തോ ഒരു ലാഗ് പോലെ തോന്നി. ചില സമയത്ത് ചാടുന്നില്ല, റോളാവുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. സബ്വേ സർഫേഴ്സ് കുഴപ്പമില്ല ഗൈസ്, നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്യാമറ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ തോറ്റ് പോകുന്നത്. അപ്പോൾ നന്നായി കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ട്രിക്ക്. സോ ട്രിക്ക് നമ്പർ 4. സോ ഇതിപ്പോൾ നമ്മൾ നിയർ ബൈ ഷെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ നിയർ ബൈ ഷെയർ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ മേലായിട്ട് വരും. അതായത് വൈഫൈയും ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം വരും. അവിടെ നിങ്ങൾക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു എഡിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് നിയർ ബൈ ഷെയർ എടുത്ത് മേലേക്ക് എടുത്തിട്ടാം. അപ്പോൾ ഇനി അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് എന്താണ് പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഡർ ഷെയർ ഇട്ട് അങ്ങനത്തെ കുറേ ആപ്സ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ബാൻ ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു നിയർ ബൈ ഷെയർ. ഇതിൽ നമുക്ക് ഫയൽസ്, സോങ്സ്, മൂവീസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക നോക്കാം. സോ ഗൈസ്, അപ്പം നമ്മൾ ആദ്യം 2 ഫോണിലും നമ്മുടെ നിയർ ബൈ ഷെയർ പറഞ്ഞ ആ ഒരു സംഭവം ഓൺ ചെയ്യണം. ഇപ്പോൾ നിയർ ബൈ ഷെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ടേൺ ഓൺ കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ലൊക്കേഷൻ ഓഫ് ആണെങ്കിൽ ഒന്ന് ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറയും. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് അമർത്തി വിടുക. എന്നിട്ട് ഇവിടെ ഒന്നും കൂടി ടേൺ ഓൺ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കോണ്ടാക്ട്സിനായിരിക്കും കാണുക, അത് എവരിവൺ ഒന്ന് ആക്കുക. ഇത് നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഫോണിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കോണ്ടാക്ട്സിന് മറ്റേ എവരിവൺ ആക്കില്ല. അപ്പോൾ കിട്ടിയെന്നുണ്ടെങ്കിൽ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും എവരിവൺ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഫോണിന് നമുക്ക് ഓൺ ചെയ്യാം, ടേൺ ഓൺ കൊടുക്കാം. ഇതൊന്ന് ടേൺ ഓൺ കൊടുക്കാം. അത് നമുക്ക് ബ്ലൂടൂത്തും വൈഫൈയും ഒന്ന് ഓൺ ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലും നമുക്ക് ലൊക്കേഷൻ ഓൺ ചെയ്യണം ചോദിക്കും, ഓൺ ചെയ്യണം പറയും. അപ്പോൾ അതൊന്ന് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നേരത്തെ വന്ന പോലെ തന്നെ, ഇപ്പുറത്തെ ഫോണിൽ വന്ന പോലെ തന്നെ എവരിവൺ കോണ്ടാക്ട്സ് ഇടുന്നതിന് കാണാം. ഇതിൽ എവരിവൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തിട്ട് ഒന്നാമത്തെ ഫോണിൽ ഡൺ കൊടുത്തു. ഇനി നമുക്ക് ഏതാണ് ഇമേജ് അത് സെലക്ട് ചെയ്യുക, അയക്കുക. അപ്പോൾ അയക്കണം ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ രണ്ടാമത്തെ ഫോണിലൊരു ഫോട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയർ കൊടുക്കാം. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നിയർ ബൈ ഷെയർ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ഫയൽസ് വയ ഓപ്പോ ഷെയർ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതിന് പകരം അവിടെ നിയർ ബൈ ഷെയറിന് കാണാം. ഇല്ലെങ്കിൽ ഇങ്ങനെ നീക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നീക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു നിയർ ബൈ ഷെയർ പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിയർ ബൈ ഷെയറിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലുക്കിംഗ് ഫോർ ഡിവൈസസിന് കാണാം, ലുക്കിംഗ് ഫോർ ഡിവൈസസിന് കാണാം. ഇനി നമുക്ക് ലിജുടെക്സ് ഡിവൈസ്, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ഡിവൈസിൻ്റെ പേര് നമ്മുടെ ഈ രണ്ടാമത്തെ ഫോണിൽ, അതായത് അയച്ചു കൊടുക്കുന്ന ഫോണിൽ ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ നിയർ ബൈ ഷെയർ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫോണിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഫോണിൻ്റെ നെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അക്സെപ്റ്റിന് ചോദിക്കും ഫസ്റ്റ് ഫോണിൽ. അപ്പോൾ നമുക്ക് അക്സെപ്റ്റിനൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡായിട്ട് എക്സെൻഡർ പോലെയൊന്നുമല്ല, നല്ല സ്പീഡായിട്ട് തന്നെ നമുക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫോൺ ഡൺ കൊടുക്കാം. ഇത് റിവ്യൂ ഫോട്ടോസ് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ ക്ലാരിറ്റിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അത്രത്തോളം ക്ലാരിറ്റി തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്ന ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ ടൈഗർ അടിച്ച് പൊട്ടിച്ചിട്ട് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ കമന്റും കൂടി ചെയ്യണം. സോ നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.